ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ്. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിനെയാണ് നമ്മളിന്ന് കാണുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ചാനൽ നെയിം ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ ഗാർഡൻ ബൈ മുബഷിറ ഫാറൂഖ്. വലിയൊരു പേരായതുകൊണ്ട് തന്നെ ആര് നമ്മുടെ ചാനലിൻ്റെ നെയിം ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും എന്താണെന്ന് ചോദിക്കും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴും വരാറുണ്ടായിരുന്നു. സോ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം മുബഷിറ ഫാറൂഖ് എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ ഗാർഡൻ എന്നുള്ള തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വൈനെ കണ്ടു നോക്കാം. അപ്പം ഇതാണ് സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ. ഇതിൻ്റെ സാധാരണ ഒരു ഗ്രീൻ കളറിലുള്ളത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ്. മധുരക്കിഴങ്ങ് എന്ന് പറയാറുണ്ട് അല്ലേ. അത് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റായിട്ടുള്ള കിഴങ്ങാണ്. എന്നാൽ ഇതും തന്നെ ഇതൊരു ചെടിയാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ കിഴങ്ങും ഭക്ഷിക്കാം. നല്ല മധുരമാണ്. സാധാരണ കിഴങ്ങിനേക്കാളും നല്ല മധുരമാണെന്ന് തന്നെ പറയാം. നല്ല പൊടിയുള്ള കിഴങ്ങാണ് ഇതിന് വരുന്നത്. കിഴങ്ങൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് നോക്കാം. അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് ഇതാ 1, 2, ഒരു 3 വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന 2 വെറൈറ്റി ഉണ്ട്, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. കണ്ടില്ലേ, നല്ല ഒരു കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ ഒരു വേഴ്സറ്റൈൽ പ്ലാന്റ് ആണെന്ന് തന്നെ നമുക്കിത് പറയാം. കാരണം ഏത് വെയിലത്താണെങ്കിലും ഷെയ്ഡിലാണെങ്കിലും ഇത് നന്നായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ടെയ്നറിൽ വെക്കാം. പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനും ഗാർഡൻ ബെഡ്സ് ആൻഡ് ബോർഡറുകളൊക്കെ സെറ്റ് ചെയ്യാനും വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ഒരു തണ്ട് വെച്ച് കൊടുത്താൽ മതി. അത് കിളിർത്ത് വന്ന് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കിട്ടും. പിന്നെ വേറെ വളപ്രയോഗം ഒന്നും ആവശ്യമില്ല. അതന്നെ അങ്ങ് തന്നെ വളർന്നോളും. വെള്ളം ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കഷ്ണമായിരുന്നു ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു 10 രൂപ കൊടുത്തിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് ഇതിൽ നിന്ന് തൈകളുണ്ടായി, ഒരുപാട് പടർന്ന് വള്ളികളുണ്ടായി. നമ്മൾ കുറേ കൃഷി ചെയ്തു. പിന്നെ കുറേ നഴ്സറികൾക്ക് ഇത് സെയിൽ ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഈ സംഭവം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലത്തെ കിഴങ്ങും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നന്നായിട്ട് വിണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കിഴങ്ങുകളുണ്ട് ഇതിൽ. നമുക്കത് പറിച്ചെടുക്കണം. അപ്പോൾ നല്ല സ്വീറ്റാണ് കേട്ടോ കിഴങ്ങ്. ഞാൻ ഒരു ചട്ടിയിൽ വെച്ചത് ജസ്റ്റ് ആ വയറ് പറിച്ചെടുത്ത സമയത്ത് ആ കിഴങ്ങൊന്ന് വെറുതെ കഴിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പൊടിയുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് കിഴങ്ങുകളുണ്ട്. നമുക്കതൊക്കെ പറിച്ചെടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ തറയെടുത്ത് വെച്ചൊന്നും അല്ല, ചെടി പോലെ വെറുതെ നട്ടു പിടിപ്പിച്ചായിരുന്നു. ഒരു പോണ്ട്, ചെറിയൊരു ആമ്പൽ പോണ്ട് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൈഡിലൊരു ബോർഡറായിട്ട് കൊടുത്താണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ തന്നെ ഇങ്ങനെ വേര് വന്ന് പൊട്ടി കിഴങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിസ്ക് ഇല്ലാതെ തന്നെ പറിച്ചെടുക്കാനും പറ്റും. യെസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ കെയറിങ് ആണ്, ഒരു റിസ്ക്കും ഇല്ല. പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളം ഇടയ്ക്കൊന്ന് കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മളിപ്പോൾ അലക്കുന്ന വെള്ളം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നനയിലാണ് നമ്മുടെ ഈ പ്ലാന്റ് ഉണ്ടാവുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അതിനെ നനയ്ക്കാറൊന്നുമില്ല. നല്ല കളർഫുൾ ഗാർഡൻ ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് ഇതിനുള്ളത്. നല്ല പർപ്പിൾ കളറുണ്ട്, അതുപോലെ ബ്രോൺസ്, പിന്നെ കോപ്പർ കളറൊക്കെ ആയിട്ട്, അതുപോലെ ഒരു ബ്ലാക്ക് ഫോളിഡ്ജ് കളറൊക്കെ ഇതിന് വരുന്നുണ്ട്. നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നമുക്ക് റോപ്പ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അത്ര ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല റോപ്പ് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിടുന്ന സമയത്തൊക്കെ അത്ര ഒരു ഹെൽത്തിനെസ് ഉണ്ടാവാറില്ല. എന്നാലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിലത്ത് ഇതിനിങ്ങനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിന്. അതല്ലെങ്കിൽ നമുക്ക് പോട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പോട്ടിലൊക്കെ അതും നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഈ ഒരു സംഭവം നമ്മളുടെയൊക്കെ അടുത്തൊക്കെയുള്ള പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട്. കോട്ടക്കുന്നിലൊക്കെ ഉണ്ട്. നല്ല ഇത് വെച്ചിട്ട് ഡിഫറെൻ്റായിട്ട് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം അതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇത് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു പോട്ടിന് തന്നെ 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒറ്റ കമ്പ്.
അവിടെ നിന്ന് അങ്ങോട്ട് വലുതായതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റും കൂടുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, ഇതേപോലെ കിഴങ്ങ് നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആ മറ്റേ എന്താണ് പെരിച്ചായി ഉണ്ടല്ലോ, ആ പെരിച്ചായി വന്നിട്ട് ഇത് കംപ്ലീറ്റ് മാന്തിയിട്ടുണ്ട്, കുറേ എണ്ണം മാന്തി എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കും കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരാം. 3 വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരേ സമയം തന്നെ നമുക്ക് നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വീടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് എഡിബിളായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള കിഴങ്ങ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനും സഹായിക്കുന്നുണ്ട്. അപ്പം 2 ഗുണം ഈ ഒരു പ്ലാന്റ് കൊണ്ടുണ്ട്. 2 മാത്രമല്ല, ഇത് നല്ലൊരു സെയിൽസ് പ്രോപ്പർട്ടി കൂടെയാണ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നഴ്സറികൾക്കൊക്കെ നല്ല ഡിമാൻഡുള്ള സംഭവമാണ്, നന്നായിട്ട് സെയിൽ ചെയ്യാനും പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഈ കാണുന്ന പച്ച കളറിലുള്ള ഈ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഈ ഒരു പ്ലാന്റിന് റെഡ് കളറിൽ നമ്മുടെ ഒരു പർപ്പിൾ കളറിൽ വരുന്ന കിഴങ്ങാണ് വരുന്നത്. മറ്റ് ബ്രൗണിൽ വരുന്നതിന് 2നും വരുന്നത് വൈറ്റാണ് കേട്ടോ. അപ്പം രണ്ടും തന്നെ നല്ല സ്വീറ്റ് ഉണ്ട്, അതേപോലെ നല്ലൊരു പൊടിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങനെയാണ്. അപ്പം നമ്മളിത് പറിക്കാൻ കുറേ ലേറ്റ് ആയത് കാരണം അതിൽ ചിലതൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ പ്ലാന്റുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത നല്ല രീതിയിൽ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു അഗെയിൻ, ബൈ, സീ യു.